ആദീസ് ന്യൂട്രിക്കോയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ കാണുന്ന തട്ടിക്കൂട്ട് ചെമ്മീൻ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ചീനിച്ചട്ടി ചൂടായതിനു ശേഷം നമ്മൾ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെമ്മീൻ നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇങ്ങനെ നന്നായി ചൂടായിക്കൊണ്ടിരിക്കുക. എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ നന്നായി വറുത്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ചെറിയൊരു ബൗൾ ഉപയോഗിച്ചിട്ട് അതിന്റെ തലയും വാലും ഒക്കെ ഇതുപോലെ ഉടച്ചുടച്ച് മാറ്റുകയാണ്. വീട്ടിലാണെങ്കിൽ നമ്മൾ മുറത്തിലേക്ക് ഈ വറുത്ത ചെമ്മീൻ ഇട്ടിട്ട് ചിരട്ട കൊണ്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് അതിന്റെ ആ വാലും തലയും ഒക്കെ പോയിട്ട് നമുക്ക് ആ ചെമ്മീന്റെ നല്ല ഭാഗം മാത്രം കിട്ടിയിട്ടുണ്ട്. വീട്ടിലാണെങ്കിൽ മുറത്തിലിട്ട് ചിരട്ട കൊണ്ട് ക്ലീൻ ആക്കുന്ന ഈ ഒരു ചെമ്മീനെ പാറ്റിയാണ് നമ്മൾ ഈ പൊടിയൊക്കെ ഒഴിവാക്കാറ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കുഞ്ഞുള്ളി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടിയതിനു ശേഷം രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ആ വെളുത്തുള്ളി ഒന്ന് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ 2 വറ്റൽമുളക് മുറിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായി ഒരു മൂത്ത് മണം വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കുഞ്ഞുള്ളി അധികം കട്ടി കുറയ്ക്കാതെ അരിഞ്ഞിട്ട് ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. കുഞ്ഞുള്ളിയുടെ കളറൊക്കെ മാറിയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ക്ലീൻ ചെയ്ത് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഉണക്ക ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ആ മസാലയൊക്കെ മൊത്തം പിടിക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി റെഡി. വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ഒരു കറിയാണെങ്കിലും ചോറുണ്ണാൻ ഇവ മാത്രം മതി. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്